പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേതും ഒരു റെസിപ്പിയും ബ്ലോഗും കാര്യങ്ങളും ഒന്നുമല്ല, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബ്യൂട്ടി ടിപ്പാണ്. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉലുവയാണ് എടുത്തേക്കുന്നത്. അതെല്ലാവരുടെയും വീട്ടിൽ കാണും. അത് കഴുകി ഉണക്കിയതാണ്. ഇനി നമുക്കിത് കുറച്ച് പൊടിച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ ഉലുവയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുതിർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 2-3 സ്പൂണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത് മിക്സിയുടെ ജാറിലിട്ട് ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു പണിയാണ് ഇതുപോലെ നമ്മൾ ഉലുവ പൊടിച്ച് വയ്ക്കുന്നത്. പച്ചയ്ക്ക് പൊടിക്കുന്നതാണ്, നമ്മൾ കറികളിലൊക്കെ ചേർക്കാനാണ് വറുത്ത് പൊടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് പകർന്നെടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 സ്പൂണൊക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പം ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളിങ്ങനെ പൊടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞും കൂടെ കിട്ടും. മറ്റേത് കുതിർന്ന് വരാനൊക്കെ കുറേ സമയം എടുക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇനി നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യുന്നത് പാലൊഴിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. പാലിന് പകരം തൈര് വേണമെങ്കിൽ അതെടുക്കാം, അതൊരു ബ്ലീച്ച് എഫക്റ്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ തേൻ വേണമെങ്കിൽ തേൻ എടുക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ വേണമെങ്കിൽ അതെടുക്കാം. ഒന്നും വേണ്ടാന്നേ, സാധാരണ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, നമ്മുടെ പച്ചവെള്ളം ഉണ്ടല്ലോ, അതിട്ട് മിക്സ് ചെയ്താലും മതി. ഏതായാലും ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യം നമ്മളിത് കുഴയ്ക്കുമ്പം ഭയങ്കര ലൂസായിട്ട് തോന്നും, പക്ഷേ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും. ആ ഒരു സമയത്ത് നമുക്ക് കട്ടിയാണെന്ന് തോന്നുന്നെങ്കിൽ ഒരിച്ചിരി പാലും കൂടെ ചേർത്ത് നേർപ്പിച്ചെടുത്താൽ മതി. പിന്നെ പെൺകുട്ടികൾക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ആണുങ്ങളങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് യൂസ് ചെയ്യേണ്ട. അത് പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മീശയൊന്നും കിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് വാസ്തവമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു പരീക്ഷണം വേണ്ട. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമുക്ക് ഞാനൊരു മുഖത്ത് അപ്ലൈ ചെയ്യുന്നൊരു മാസ്കിൻ്റെ ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഇടാം. ഇനി ഒരു സ്ക്രബ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് റവ ഉണ്ടല്ലോ, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ എടുത്ത് ഇതുപോലെ കയ്യിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ മുഖത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉള്ള മൃതകോശങ്ങളൊക്കെ പോകാനും കുറച്ചും കൂടി നന്നായിട്ടൊരു സോഫ്റ്റ്നെസ്, ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഇത് കിട്ടാൻ നല്ലതാണ്. ഈ റവയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം. ഒന്നും വേണ്ട, കുറച്ച് കോഫി പൗഡറും കുറച്ച് പഞ്ചസാരയും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താലും മതി. ആഴ്ചയിൽ 2 ദിവസം നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തിന് നല്ലൊരു ഗ്ലോയും കിട്ടും. അതുപോലെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും, മുഖമൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുവേ. പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ റബ്ബ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ടിങ്ങനെ പാക്കൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയും ചെയ്യും. ഇനി സിങ്കിൻ്റെ അടുത്ത് പോയി കഴുകിയപ്പം അവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് ബേസിനിൽ വെള്ളം എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ആ ഒരു സോഫ്റ്റ്നെസ് കൈക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം കറ്റാർവാഴയുടെ ജെല്ലൊന്നുമില്ല. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇച്ചിരി പാലും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് കയ്യിലിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുഖത്ത് തേച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാനൊരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ പാക്ക് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ട് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നേരത്തെ ഉണ്ടായതിനേക്കാളുള്ള വ്യത്യാസം ഇപ്പം മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ബ്യൂട്ടി ടിപ്സും കിച്ചൺ ടിപ്സും ബ്ലോഗും ഡെയിലി ബ്ലോഗും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.